മഹറമില്ലാതെ അഥവാ പുരുഷ തുണയില്ലാതെ ഹജ്ജിനായി എത്തുന്ന വനിതാ ഹാജിമാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കേരളത്തിൽ നിന്നാണ് ഇത്തവണയും ഏറ്റവും കൂടുതൽ മഹറമില്ലാത്ത ഹാജിമാർ എത്തുന്നത്. എന്താണ് ഇത്രയധികം ഹാജിമാർ ഈ കാറ്റഗറിയിൽ വരാൻ കാരണം? എന്തൊക്കെയാണ് അവർക്ക് മക്കയിലുള്ള സൗകര്യങ്ങൾ? ഹജ്ജിനായി മഹറമില്ലാത്ത കാറ്റഗറിയിലെത്തിയ വനിതാ ഹാജിമാർക്ക് നൽകിയ സ്വീകരണമാണിത്. മഹറം അഥവാ പുരുഷന്മാരായ രക്ഷകർത്താവില്ലാതെ എത്തുന്ന വനിതാ ഹാജിമാരാണ് മഹറമില്ലാത്ത ഹാജിമാർ എന്ന കാറ്റഗറിയിൽ അറിയപ്പെടുന്നത്. 2018 മുതലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. അധികം പരിചയമില്ലാത്ത മക്കയിലേക്ക് മഹറമില്ലാത്ത കാറ്റഗറിയിൽ കേരളത്തിൽ നിന്നും എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇതിന് കാരണങ്ങളുണ്ട്. 45 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമേ ഈ കാറ്റഗറിയിൽ പ്രവേശനമുള്ളൂ. വിധവകൾ, കൂടെ യാത്ര ചെയ്യാൻ ആളില്ലാത്തവർ എന്നിവരെ സൗദി ഭരണകൂടം നൽകുന്ന സുരക്ഷയിൽ ഉൾപ്പെടുത്തിയാണ് ഹജ്ജിനെത്തിക്കുന്നത്. ഏറെപ്പേരും മടിക്കുന്ന മഹറം കാറ്റഗറിയിൽ മലയാളി വനിതകൾ കൂടാനുള്ള കാരണങ്ങൾ വ്യത്യസ്തമാണ്. ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു മക്കയിലേക്ക് എത്തുക എന്നുള്ളത്. കഅബ ഒന്ന് കാണാന്നുള്ളത് പഠിച്ചാൽ സാധിച്ചെന്ന്. ആദ്യം ഒന്ന് ഉംറക്ക് വന്നീനു, എന്നാലും ഹജ്ജിന് എത്തിയപ്പോൾ വലിയ സന്തോഷമായി. ഇവിടുത്തെ വളണ്ടിയേഴ്സിൻ്റെ സേവനം വളരെ വലിയ എന്താ പറയുക, ഇത്ര അവർക്ക് നന്ദി പറഞ്ഞാലും മതിയാവില്ല. അള്ളാഹുത്താല അവർക്ക് എല്ലാതും നൽകട്ടെ. അത്രയും മാത്രം അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കര സ്വീകരണമാണ് നമുക്ക് ലഭിച്ചത്. ഇത്രയൊന്നും വിചാരിച്ചില്ലേനി. സ്ത്രീകൾ മാത്രമുള്ള ഇതായതുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് എല്ലാ സേവനം ഇതും ചെയ്ത് കിട്ടിയത്. ഇത്തവണ 5162 തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്നും ഈ കാറ്റഗറിയിൽ ഉള്ളത്. ഇതിൽ 3600 പേർ മലയാളികളാണ്. യാത്രയൊക്കെ വളരെ വലിയ ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ എല്ലാ സ്ഥലത്തും ഒരു പ്രയാസമില്ലാതെ നമ്മുടെ മക്കത്ത് തന്നെ എത്താൻ പറ്റി. ഇവിടെ എത്തിയപ്പോഴും നല്ല എല്ലാ സൗകര്യങ്ങളും കൂടി റൂമൊക്കെ കിട്ടി. എല്ലാം ഉഷാറാണ്. മലയാളി സന്നദ്ധ സംഘടനകളുടെ വനിതാ വിങ്ങുകളും ഇവർക്കായി സേവനത്തിനിറങ്ങാറുണ്ട്. മക്കയിലെത്തുന്ന ഇവർക്ക് പ്രത്യേകമാണ് സൗകര്യങ്ങളെല്ലാം. ഓരോ സന്തോഷം മനസ്സിലേക്ക് എവിടെയൊക്കെ അപ്പം എത്തിയെന്നുള്ള സന്തോഷം, നല്ല സന്തോഷം. ഒക്കത്തെത്തി ആദ്യമായിട്ട് വന്നതാ, മുമ്പൊക്കൊന്നും വന്നില്ല. ഇവർക്കായി ആരോഗ്യ യാത്രാ മേഖലയിൽ ഉൾപ്പെടെ പ്രത്യേകമാണ് സൗകര്യങ്ങൾ. വനിതാ വളണ്ടിയർമാരും ഇവർക്ക് പ്രത്യേകമായുണ്ട്. സന്തോഷം, നല്ല സ്വീകരണം ഉണ്ടായിന്. എല്ലാവരുമായിട്ടല്ലേ സ്വീകരണം. ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നും നല്ല ഒക്കെ എത്തിയും ചെയ്ത് ഉഷാറായിന്. എല്ലായിടത്തും നല്ല സ്വീകരണം ഉണ്ടായിന്. ഭക്ഷണമൊക്കെ ഉഷാറാണ്. ഹജ്ജിനെത്തുമ്പോൾ കൂടെ ആരുമില്ലെന്ന പ്രശ്നം പരിഹരിക്കാൻ വിപുലമായ സന്നദ്ധ സേവക നെറ്റ്വർക്ക് മക്കയിലുണ്ട്. കഅബ കാണണം എന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഉംറ ചെയ്യണം ഫസ്റ്റ് തന്നെ. അതെൻ്റെ ഉപ്പക്കാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഉംറ ചെയ്ത ആളാണ്. അപ്പോൾ ഉപ്പക്ക് ചെയ്യാമെന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പോൾ ഉപ്പക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒക്കെ റാഹത്തായിട്ട് ചെയ്യാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള കഴിവിനെ അല്ലാഹ് തരട്ടെ. മക്കയിലെ പുണ്യസ്ഥലങ്ങളിലും അസീസിയയിലെ ഇവരുടെ കെട്ടിടത്തിലും തമ്പുകളിലുമെല്ലാം സ്ത്രീകൾ മാത്രമേ ഉണ്ടാകൂ. കെട്ടിടത്തിന് പ്രത്യേക സുരക്ഷ തന്നെ ഉണ്ടാകും. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന മഹറമില്ലാത്ത ഹാജിമാർ 166 പേരാണ് ബിൽഡിംഗ് നമ്പറിൽ ഇറങ്ങിയിട്ടുള്ളത്. അവർക്ക് ഒരുപാട് ആശങ്കകളായിട്ടാണ് അവർ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. എങ്കിലും അൽഹംദുലില്ലാ ഞങ്ങൾ കുറേ പേര് വനിതാ വാളണ്ടിയേഴ്സ് ഉണ്ട്, 100-ൽ-പരം വാളണ്ടിയേഴ്സ് ഇവിടെ അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ അവർക്ക് വേണ്ട വന്നിറങ്ങിയ സമയം മുതൽ ബസ്സിൽ നിന്ന് ഇറങ്ങി അവരുടെ ലഗേജുകളൊക്കെ റൂമിലെത്തിക്കാനും അവരെ വീൽ ചെയറിൽ വയ്യാത്ത ഇന്ന് വന്നതിലൊരു ഹജ്ജുമ്മ കാലൊടിഞ്ഞതായിരുന്നു. അവരെ വീൽ ചെയറിൽ നമ്മൾ റൂമിൽ എത്തിച്ചു കൊടുത്തു. ഇനി അവർക്ക് ഹറമിലേക്ക് കൊണ്ടുപോകാനും അവർ ഇഹ്റാമിലുള്ള ഹാജിമാരാണ്. അവർക്ക് സൈ ചെയ്യാനും ഉംറ ചെയ്യാനും അവരുടെ ഇഹ്റാം തഹ്ലിലാവുന്നവരെ നമ്മൾ കൂടെ ഉണ്ടാവും. അതിനുശേഷം ഇനിയുള്ള എല്ലാ ദിവസവും ഇനിയുള്ള 45 ദിവസവും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. ഹജ്ജ് ചെയ്യിക്കാൻ മിനയിൽ പോവാൻ
അറഫയിൽ എല്ലാം ഞങ്ങൾ വനിതാ വാളണ്ടിയേഴ്സാണ്. അവർക്ക് ഒന്നാമത്തെ ആണുങ്ങൾക്ക് പ്രവേശനമില്ല, എൻട്രി ഇല്ല ഇവിടെ. അതുകൊണ്ട് ഞങ്ങൾ ലേഡീസാണ് ഇതിന് തയ്യാറായിട്ട് നിൽക്കുന്നത്. ഫലത്തിൽ ഏറ്റവും അധികം സൗകര്യവും പിന്തുണയും സഹായവും ലഭിക്കുന്നത് മഹറമില്ലാത്ത കാറ്റഗറിയിൽ വരുന്നവർക്കാണ്. വലിയ സന്തോഷത്തിലായി, വലിയ പേടിയിൽ പോകുന്നതേനു, ഇവിടെ എത്തിയപ്പോൾ വലിയ റാഹത്തായി, അൽഹംദുലില്ലാ. മക്കയിൽ ആദ്യമായി എത്തിയ മഹറമില്ലാത്ത കാറ്റഗറി ഹാജിമാരെ സ്വീകരിക്കാനായി നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളുമാണ് എത്തിയത്. നോൺ മുഹറമായ ഹാജിമാരെ സ്വീകരിക്കാൻ വന്നതാണ് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് ബോക്സുമായിട്ടാണ് വന്നത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് തന്നെ നാട്ടിൽ ആൺതുണയില്ലാതെ വരികയാണല്ലോ, അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ സ്ത്രീകളും കുട്ടികളും ഒരുപാട് വളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അവർ വന്ന ദിവസം മുതൽ പോകുന്ന ദിവസം വരെ അവരോടൊപ്പം തന്നെ എല്ലാത്തര സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ഹാജിമാരെത്തിയതോടെ പൂക്കൾ നൽകിയും ഭക്ഷണപാനീയങ്ങൾ നൽകിയും അവരെ സ്വീകരിച്ചു. ഇനി ഹജ്ജ് കർമ്മം നടക്കുന്ന സമയം വരെ ഇവർക്കായി പ്രത്യേകം സുരക്ഷാ ആരോഗ്യ വളണ്ടിയർ വിഭാഗങ്ങൾ പ്രവർത്തിക്കും. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങും വരെ സുരക്ഷിതമായിരിക്കും മഹറമില്ലാത്ത ഹാജിമാർ.